വെള്ളി നക്ഷത്രത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സിനിമയിൽ കള്ളക്കളിയുണ്ടോ? ഇതാണ് പലർക്കും അറിയേണ്ടത്. കള്ളക്കളിയേ ഉള്ളൂ എന്ന് പറയുന്നവരുണ്ട്. അവരിൽ ചിലർ ചോദിച്ചു, ഈ കേൾക്കുന്നതൊക്കെ ശരിയാണോ? അവൻ എന്താ കേട്ടത് നിങ്ങള്? അല്ല, ഈ ചില സിനിമകള് 100 കോടി 150 കോടിക്ക് നിർമ്മിച്ചു എന്ന് പറയുന്നത് ഇതിൽ കള്ളക്കളി ഉണ്ടോ എന്നുള്ളതാണ് അറിയേണ്ടത്. ഞാൻ പറഞ്ഞു, സിനിമയുടെ നിർമ്മാണം നമ്മളല്ല, നിർമ്മിക്കുന്നത് വേറെയാണ്. ഇപ്പൊ ആശീർവാദം നിർമ്മിക്കുന്നു, മറ്റുള്ള വല്ല ഒമ്പമാർ നിർമ്മിക്കുന്നു. അതിന്റെ കോസ്റ്റ് അവർക്കേ അറിയുള്ളൂ. പക്ഷേ സിനിമയിൽ കള്ളക്കളി ഉണ്ടോ എന്ന ചോദ്യമാണെങ്കിൽ കള്ളക്കളി ഉണ്ട് എന്ന് ഞാൻ പറയും. ഉദാഹരണമായിട്ട് നമുക്ക് അറിയാം, ലൂസിഫർ എന്നുള്ള സിനിമ നന്നായിട്ട് ഓടിയിട്ടുണ്ട്. എല്ലാവർക്കും വലിയ കുഴപ്പമില്ലാതെ കണ്ടിരിക്കാവുന്ന പടമാണ്. ഒരു കലയും കച്ചവടവും ഇടകടത്തിക്കൊണ്ട് പൃഥ്വിരാജ് ചെയ്തൊരു സിനിമയാണ്. മോഹൻലാലിന് ആരാധകരുടെ എണ്ണം വർദ്ധിച്ച സിനിമയാണ്. അത് കഴിയാറാകുമ്പോൾ 2ാം ഭാഗത്തിൻ്റെതൊരു ഹിന്റ് അതിലിട്ടിരുന്നു. അതാണ് എമ്പുരാൻ. എമ്പുരാന്റെ കാര്യം എന്താ? ലൂസിഫറിനേക്കാൾ കൂടുതൽ പണം ചെലവഴിച്ചുകൊണ്ട് നിർമ്മിച്ചൊരു സിനിമയാക്കാനാണ് അവർ ആഗ്രഹിച്ചത്. അങ്ങനെ സംഭവിക്കുകയും ചെയ്തു. പക്ഷെ പ്രശ്നമുണ്ടായിരുന്നു. ആ പടത്തിന്റെ ഷൂട്ടിങ്ങിനിടയിൽ വെച്ച് അതിന്റെ വമ്പൻ നിർമ്മാതാക്കളിൽ ഒരാള് അത് പിൻവാങ്ങി, പണം പിൻവലിച്ചു എന്നൊക്കെ പറഞ്ഞാൽ പിൻവലിച്ചപ്പോഴോ ഈ പടം അവിടെ വീണ് കിടക്കും. മുതൽ മുടക്കാൻ ഒരാൾ വേറെ വേണം. ആര് മുതൽ മുടക്കും? 1 2 കോടിയല്ല, 10 20 കോടിയല്ല, 50 കോടി രൂപയല്ല, ആര് മുതൽ മുടക്കും എന്നായി ചോദ്യം. അവസാനം കണ്ടെത്തി. കാരണം ഇന്നത്തെ മലയാള സിനിമയിൽ ലീഡിംഗ് പ്രൊഡ്യൂസർ, ഡിസ്ട്രിബ്യൂട്ടർ എല്ലാമായ വ്യവസായി ഗോകുലം ഗോപാലിന്റെ അടുത്താണ് ചെന്ന് മോഹൻലാലും ആന്റണി പെരുമ്പാവൂരും ചെല്ലുന്നു. രക്ഷിക്കണേ എന്ന് പറഞ്ഞതുപോലെ തന്നെ കാര്യങ്ങൾ സംസാരിച്ചു. ഇതാണ് എമ്പുരാൻ, ഊക്കൻ വമ്പം പ്രോജക്റ്റാണ്. ഇത് ലാഭം നന്നായിട്ട് കൊയ്യുമെന്ന് പറഞ്ഞ് എമ്പുരാന്റെ വർക്ക് ഗോകുലം ഗോപാലിന്റെ ടീം ഏറ്റെടുത്തു ഉണ്ടായി. ആ ഏറ്റെടുത്തിട്ട് പടം ഷൂട്ട് ചെയ്തു, അത് പൂർത്തീകരിച്ചു, തിയേറ്ററിലെത്തി. അതിന്റെ വിവാദങ്ങൾ വേറെ. അതിന്റെ വിവാദങ്ങൾ പല രീതിയിലും. അതില് പൃഥ്വിരാജിനെ ഒറ്റപ്പെടുത്തുകയും ചെയ്തു. കണക്കും പ്രകാരം എന്താണ്? കണക്കും പ്രകാരം എമ്പുരാൻ വൻ രീതിയിൽ തിയേറ്ററിൽ ഓടി പണം കളക്ട് ചെയ്തു എന്നുള്ളതാണ്. അതായത് കോടി ക്ലബ്ബുകൾ ഉണ്ടല്ലോ, അങ്ങനെ കുറേ കോടി ക്ലബിൽ ചെന്നു എന്നാണ് പറഞ്ഞുണ്ടാക്കിയത്. നമ്മൾ വിശ്വസിച്ചു, മറ്റുള്ളവരും വിശ്വസിച്ചു. വിശ്വസിക്കാതെ പറ്റില്ലല്ലോ. അങ്ങനെ വിശ്വസിച്ചിടയിലാണ് പിന്നെ ഈ ശ്രുതി കേട്ടത്. ഈ ശ്രുതി കേട്ടതെന്ന് വെച്ചാൽ എന്നോട് നേരിട്ട് പറഞ്ഞ കാര്യമൊന്നുമല്ല. കാരണം അത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് സിനിമയിലെ സത്യം അറിയണമെങ്കിൽ അതിൻ്റെ നിർമ്മാതാവിനെ കാണണം, അല്ലെങ്കിൽ തിയേറ്ററിൽ പോയി പരിചയമുള്ള ആൾക്കാർ ചോദിക്കണം. അപ്പോഴറിയാം ഒരു സിനിമയ്ക്ക് സംഭവിച്ച കയറ്റവും ഇറക്കവും അറിയാൻ പറ്റും. അപ്പം അന്വേഷിച്ചപ്പോഴെന്താ, വളരെ സൗഹൃദ സംഭാഷണത്തിനിടയിൽ വെച്ച് നിർമ്മാതാവ് ഗോകുലം ഗോപാലിനോട് തൻ്റെ മറ്റൊരു സുഹൃത്ത് ചോദിച്ചു, ഗോപാലേട്ടാ, ഇത് കോടികൾ കിട്ടിയിരിക്കുമല്ലോ എമ്പുരാന് എന്നുള്ളത്. ഒരു നിമിഷം അദ്ദേഹം നിശബ്ദനായിരുന്നു, ഒന്നും പറഞ്ഞില്ല. എന്താ പറയണത്? ചെലവെന്ന് വിചാരിച്ചിട്ടാണോ? അപ്പോ അദ്ദേഹം പറഞ്ഞത് എങ്ങനെയാണത്? ഞാൻ തല വെച്ച് കൊടുത്തു പോയത് മാത്രം വെച്ചു. അതിന് കോടാനുകോടികളാണ് എനിക്ക് നഷ്ടം വന്നിട്ടുള്ളത് എന്നാണ് അദ്ദേഹം പറഞ്ഞതായി പിന്നീട് ആ സുഹൃത്ത് അറിഞ്ഞത്. അപ്പൊ ഇങ്ങനെയാണ് നമ്മുടെ സിനിമയുടെ പോക്ക്. ഓടുന്നു എന്ന് പറയുന്ന സിനിമകളൊന്നും പലതും ഓടുന്നില്ല. നിർമ്മാതാക്കൾ എന്ന് പറയുന്നവർ പലരും അതിന് പണം മുടക്കുന്നില്ല. പണം മുടക്കുന്നവർക്ക് മറ്റുള്ളവരാണ്. ഇത് ഒരു ലീഡിംഗ് നിർമ്മാതാവായ ഗോകുലം ഗോപാലൻ രഹസ്യമായി തൻ്റെ ഒരു സുഹൃത്തിനോട് പറഞ്ഞതാണെങ്കിലും കണക്കുകൾ പരിശോധിക്കുമ്പോൾ എമ്പുരാന്റെ സ്ഥിതി തന്നെയാണ് പല സിനിമകൾക്കും.